അച്ഛ എനിക്കൊരു 50,000 രൂപയാണ് വരുന്നത്. അതെന്തിനാടാ നിനക്കിപ്പോ 50,000 രൂപ? കുറെ കാലമായി മാറ്റി തിരിഞ്ഞ് ഇറക്കിയല്ലേ അപ്പൊ ഒരു ബിസിനസ് ചെയ്യാന്ന് കരുതി. നല്ല കാര്യം. ആട്ടെ 50,000 രൂപ കൊണ്ട് എന്താ നിന്റെ ബിസിനസ്? അത് പറ. എല്ലാ ആയുർവേദത്തിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഒരു ഔഷധ ചെടി വാങ്ങുക, അതിനെ നട്ടി വളർത്തുക, നട്ടു വളർത്തിയതിനു ശേഷം ആ ഉണങ്ങിയ ഇലയുണ്ടല്ലോ അതിനെ പിച്ച് നമ്മൾ കൊടുക്കുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കരിപ്പോട്ടിയും ബാറ്ററിയും കൂടെ ഇട്ടുള്ള ഒരു രസായന കൂട്ടാണ്. ആവശ്യക്കാർക്ക് അതും കൊടുക്കുന്നു. ആ വാറ്റും കഞ്ചാവും ഇതാണോ നീ തലപോഞ്ഞ് കണ്ടുപിടിച്ച ബിസിനസ്? ഇതിനങ്ങനെ കൊച്ചാക്കി കാണാനൊന്നും വേണ്ട. നമ്മുടെ ശുദ്ധമായ വാറ്റ് നിർത്തലാക്കിയിട്ട് പകരം ബിവറേജ് വിഷം ആൾക്കാരെ കൊണ്ട് കുടിപ്പിച്ച് സർക്കാർ പൈസ തട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കി വീട്ടിൽ കുടിക്കുന്ന ശുദ്ധമായ വാറ്റിനാട്ടും വിഷമാണ് ബിവറേജ് വഴി കൊടുക്കുന്നത്. ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ സുലഭമായി കിട്ടും. വീട്ടിൽ ഉണ്ടാക്കിയവരെ വിദേശ രാജ്യത്ത് കുടിക്കുന്നുണ്ട്. ഇവിടെ നിർത്തലാക്കിയത് സർക്കാരിന്റെ ലാഭത്തിന് വേണ്ടി മാത്രമാണ്. അത് നമ്മൾ ഒന്നും കൂടി തുടങ്ങുന്നു. എങ്കിൽ പിന്നെ നീ വിട്ടോ. എങ്ങോട്ട്? നീ പറഞ്ഞ ആ രാജ്യത്തേക്ക്. എനിക്ക് ഇതിന്റെ പേരിൽ പൈസ ചെലവാക്കാനും ജയിലിൽ കിടക്കാനൊന്നും വയ്യ കുഞ്ഞ്. അയ്യോ അച്ഛൻ ജയിലിൽ കിടക്കണ്ട, ഞാൻ കിടന്നോളാം. ഗാന്ധിജി വരെ ഇവിടെ ജയിലിൽ കിടന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധിജി. അത് ജനങ്ങളെ സേവിച്ചതിന്, ജനങ്ങൾക്ക് നല്ലത് ചെയ്തതിന്. ഞാനും അത്രേ ചെയ്യുന്നുള്ളൂ. ആയുർവേദ കഷായം ഉണ്ടാക്കി വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നു. അതിന് പോലീസ് പിടിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാനും ഒരു സേവയാണ് ചെയ്യുന്നത്. എടി നീ ആ സാരി എടുത്തു കൊടുക്ക്. എവനെ വല്ല ഊളാമറയും കൊണ്ടിടാം. ഇനി ബിസിനസ് തുടങ്ങുന്നേട്ട ചിലവർക്കൊക്കെ പുല്ല് വിലയാണ്. കാശ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോ തലയിൽ ചുവന്നുകൊണ്ട് നടക്കുകയും ചെയ്യും. അച്ഛൻ ഇതെല്ലാം മാറ്റി കളഞ്ഞാല് എന്റെ വേറൊരു പരിപാടിയുണ്ട്. ഞാൻ എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങുന്നതിന് അച്ഛൻ എന്തെങ്കിലും പരാതി ഉണ്ടോ? ഈ എന്തോ എടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യും? വാഴക്കേ. അച്ഛൻ നോക്കിക്കോ, ഞാൻ നാഗാലാൻഡിലേക്കും ഫിലിപ്പീൻസിലേക്കും വേണ്ടി വന്ന ചൈനയിൽ വരെ എക്സ്പോർട്ട് ചെയ്തിരിക്കും. ഇതിനൊക്കെ മെനക്കെടണം. ഒരു വേട്ടക്കാരനെ പോലെ പതുങ്ങിയിരുന്ന് ഇരയെ പിടിക്കണം. എനിക്ക് ജാക്കി രാമാനെ വെട്ടിക്കണ്ടിച്ച് ഇറച്ചിയാക്കി എക്സ്പോർട്ട് ചെയ്യണം. നീ എന്ത് ഭ്രാന്തക്കേടാ ഈ പറയുന്നേ? ഡോഗ് മീറ്റ് ഉടുമ്പടക്കം ജയിലിൽ കിടത്താനുള്ള പരിപാടിയല്ലേ നിന്റെ? അവന്റെ മാങ്ങാത്തൊലിയ ബിസിനസും കോപ്പും ഇറങ്ങിപ്പോടാ.